മൂക്കടപ്പ് വന്നാൽ ഉടനെ ഒരു സ്പ്രേ ഉപയോഗിച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല ആശ്വാസം കിട്ടില്ലേ. എന്നാൽ ആ സ്പ്രേയുടെ ഉപയോഗം നിങ്ങളെ നിത്യരോഗിയാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് മൂക്കടപ്പ് മാറ്റുന്ന ഈ ഒരു സ്പ്രേ നിങ്ങളെ മൂക്കടപ്പ് കൂടുതൽ ഉണ്ടാക്കുന്ന മറ്റൊരു രോഗിയാക്കുന്ന അവസ്ഥയാണിത്. ഈ ഒരു സ്പ്രേയുടെ അഡിക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ സ്പ്രേ ഉപയോഗം നിങ്ങൾ ഉടനടി നിർത്തേണ്ടതെന്നും വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മൂക്കടപ്പ് മാറും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂക്കടപ്പുണ്ടാവും, നിങ്ങൾ വീണ്ടും സ്പ്രേ ഉപയോഗിക്കും, അപ്പോൾ വീണ്ടും മൂക്കടപ്പ് മാറും. അങ്ങനെ തുടർച്ചയായിട്ട് ഇതൊരു സൈക്കിളായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളെ മൂക്കിലെ ടിഷ്യൂകൾ ഈ സ്പ്രേയുമായിട്ട് റെസ്പോണ്ട് ചെയ്യാതാകും. ഇതിനെയാണ് നമ്മൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് റൈനൈറ്റിസ് അല്ലെങ്കിൽ റൈനൈറ്റിസ് മെഡിക്കാമെന്റോസ എന്ന ഒരു മെഡിസിൻ അഡിക്ഷനായ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതൊരു അലർജിയോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ ഒന്നുമല്ല, ഇത് നമ്മളായിട്ട് സ്വയം ഉണ്ടാക്കിയ ഒരു മെഡിക്കൽ ഡിപ്പെൻഡൻസിയാണ്. ഇത് നമുക്ക് വിട്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു പോംവഴി എന്നുള്ളത്. ഈ സ്പ്രേകളെല്ലാം എമർജൻസി കണ്ടീഷൻ മാത്രം ഉപയോഗിക്കേണ്ടതാണ്, അല്ലാതെ ദിവസം സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. നിങ്ങൾ ദിവസവും ഇത്തരത്തിലുള്ള സ്പ്രേ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഉടനെ അത് നിർത്തിയിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ സ്ഥിരമായിട്ട് മൂക്കലിപ്പും മൂക്കടപ്പിനും വേണ്ടിയിട്ട് സ്പ്രേ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ഈ അറിവ് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക.